നമസ്കാരം. അങ്ങനെ മാധ്യമങ്ങൾ വൈമുഖ്യത്തോടെയാണെങ്കിലും പറഞ്ഞു തുടങ്ങി യുദ്ധം അടുക്കളയിലേക്ക് എത്തിയെന്ന്. അടുക്കളയിലേക്ക് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിതത്തിലേക്കാണ് യുദ്ധം കടന്നു കയറിയിരിക്കുന്നത്. പതിനായിരങ്ങളാണ് ജോലിയില്ലാതെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. കേവലം പാചകവാദത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും യുദ്ധം ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആകെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു എന്നൊരൊറ്റ കാരണം മാത്രമാണ്. അതിനപ്പുറത്ത് സമസ്ത മേഖലയെയും യുദ്ധം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഖനന മേഖലയെപ്പോലും യുദ്ധം ബാധിച്ചു എന്ന് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിദഗ്ധൻ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ അനാവശ്യ അധാർമിക യുദ്ധം കൊണ്ട് ശരാശരി ഇന്ത്യക്കാരന് മേൽ ഇൻവെർട്ടർ കോമ ഒരു നികുതി ചുമത്താൻ പോവുകയാണ് ഈ സർക്കാർ. ഈ സർക്കാരിൻ്റെ കുറ്റകരമായൊരു നിശബ്ദതയുണ്ട്. ഇന്ത്യ സർക്കാർ പാടുപെട്ടിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ളതല്ല വിഷയം. ഈ യുദ്ധം ഇല്ലാതാക്കാൻ, ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചോദ്യമാണത്. രണ്ട്, ഈ യുദ്ധത്തെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേലും അമേരിക്കയും ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചപ്പോൾ പാശ്ചാത്യ സഖ്യകക്ഷികൾ പോലും അതിനോട് യോജിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഇന്ത്യ ഈ യുദ്ധത്തെ അപലപിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഇസ്രയേലിൻ്റെ ഒരു ചിയർ ലീഡറായിട്ട്, ഇസ്രയേലിൻ്റെ യുദ്ധവെറിക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്ന ഒരു നേതൃത്വമായിട്ട് ഇന്ത്യ സർക്കാർ മാറി. ഇസ്രയേലിൻ്റെ ആക്രമണം ആരംഭിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഇസ്രയേലിൻ്റെ നേതാവ് നെതന്യാഹുവിനെ ആലിംഗനം ചെയ്ത് ആശ്ലേഷിക്കുന്ന ചിത്രങ്ങളാണ് ലോകമാധ്യമങ്ങളിൽ വന്നത്. ഇസ്രയേലിൻ്റെ സഖ്യകക്ഷികൾ പോലും ഇസ്രയേലിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് നെടുനായകത്വമുണ്ടായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി ഈ യുദ്ധവെറിയുടെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രത്തെ പുകഴ്ത്തിപ്പാടിയത്. എന്താ പറഞ്ഞത് ഇസ്രയേലിനെ കുറിച്ച്? ഫാദർലാൻഡ്, പിതൃഭൂമി. ആരുടെ പിതൃഭൂമി? യുദ്ധവെറിയുടെ പിതൃഭൂമി ആയിരിക്കുന്നു എന്നല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത്. പാർലമെന്ററി ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി വെച്ച പ്രസ്താവനയിൽ ഒരു വാക്കെങ്കിലും അമേരിക്കയെക്കുറിച്ചോ ഇസ്രയേലിനെ കുറിച്ചോ, എന്തിനേറെ ഇറാനിൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചതിനെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? ഈ നിശബ്ദതയാണ് ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇന്ന് കേവലം പാചകവാദത്തിൻ്റെ പ്രതിസന്ധി മാത്രമല്ല, പെട്രോളിയം ഷോർട്ടേജ് വ്യാപകമായിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2003 സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഇറാഖിനുമേൽ യുദ്ധം വർഷിച്ചപ്പോൾ അന്ന് വാജ്പേയി സർക്കാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. പക്ഷെ പാർലമെന്റ് ഇരുസഭകളും പ്രമേയം പാസാക്കി അമേരിക്കയുടെ യുദ്ധത്തെ അപലപിച്ചു. നോക്കുക, അന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പിന്തുണ കാപട്യത്തിലൂടെയാണെങ്കിലും അമേരിക്ക കരസ്ഥമാക്കിയിരുന്നു. എന്നിട്ട് പോലും ഇന്ത്യക്ക് ഒരു തുറന്ന നിലപാട് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പാചകവാതകത്തിൻ്റെ 90% നമ്മൾ കരകസ്ഥമാക്കുന്നത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്, പശ്ചിമ ഏഷ്യയിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത പ്രതിസന്ധി, കപ്പൽ ഗതാഗത പ്രതിസന്ധി കാരണം അത് സ്തംഭനാവസ്ഥയിലാണ്. 90 ദിവസത്തെ കരുതൽ ശേഖരം ഉണ്ടെന്നായിരുന്നു ഈ സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെ ഒന്നുമില്ലായിരുന്നു എന്ന് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പും കേന്ദ്ര സർക്കാർ നടത്തിയില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇന്ന് ഇന്ത്യക്കാരൻ്റെ മേൽ പെയ്ത് വർഷിക്കുന്ന ഈ ഭാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മോഡി സർക്കാരിൻ്റെ മേലാണെന്ന് പറയുന്നതിന് ആരും മടിക്കേണ്ടതില്ല.